ഉണ്ടോ, പിള്ളേർ കളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ബോളാണ്. ഹലോ, അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിലെ കേരളം അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ മലയാളികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന കെയ്ൻസിൽ, ഞങ്ങളും കെയ്ൻസിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിൽ, എല്ലീസ് ബീച്ച് എന്ന് പറയുന്ന ബീച്ചിൽ വന്നതാണ്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നീളമുള്ള ബീച്ചാണ്. പാംകോവ് ബീച്ച്, ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ പാംകോവിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന, അതിനോട് ചേർന്ന് അതിൽ നിന്ന് 2-3 കിലോമീറ്റർ മുന്നോട്ട് പോയാലുള്ള ബീച്ചാണ്. ഒരു സൈഡ് മുഴുവൻ തെങ്ങുകളാണ്, അതിനോട് ചേർന്ന് റെസ്റ്റോറൻറ്റുകളും ബാറുകളും സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങളും എല്ലാം. വളരെ നീറ്റ് ആൻഡ് ക്ലീനായ ബീച്ചാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ട് ഇനി ഇരിക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ആയിട്ടില്ല. ഒരു സമയം ഏകദേശം ഒരു 10 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഫുള്ളാവും. ഷെറിൻ വന്ന പാടെ കുറേ നാളായിട്ട് കടലിൽ കുളിക്കണമെന്നുള്ള ആഗ്രഹം. ഇപ്പോൾ ന്യൂസിലൻഡിലാണെങ്കിൽ വെള്ളത്തിന് നല്ല തണുപ്പായതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി എന്തായാലും രണ്ടും കൽപ്പിച്ച് കുളിക്കാനുള്ള പരിപാടിയാണ്. നല്ല വെള്ളമാണ്, വലിയ തണുപ്പൊന്നുമില്ല. ഒരു ചെറിയ ഇളം ചൂടും ഒക്കെ ആയിട്ട്, വലിയ ചൂടല്ല പക്ഷേ ഇളം ചൂടൊക്കെയുള്ള ഒരു വെള്ളം. അതുകൊണ്ട് നല്ല രസമായിട്ട് കുളിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആളുകൾ രാവിലെ തന്നെ, ഇന്ന് ശനിയാഴ്ചയാണ്, വീക്കെൻഡ് ആയതുകൊണ്ട് ആളുകൾ രാവിലെ തന്നെ കയാക്കിങ്ങും അതുപോലെ ചെറിയ ചെറിയ ജെറ്റ് സ്കീ ബോട്ടുകളൊക്കെ ആയിട്ട് വെള്ളത്തിലിറങ്ങി ചെറിയ മീൻപിടുത്തവും അതുപോലെയുള്ള ഉല്ലാസ പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ബീച്ചാണ് ഇവിടുത്തെ പാംകോവ്, എല്ലീസ് ബീച്ച് എല്ലാം. അത് കണ്ടോ, ഒരു കുഞ്ഞു കൊച്ചിനെ നടക്കാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ പിച്ച വെച്ച് കടൽ തീരത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കടലിലേക്ക് ഒഴുകി വരുന്ന, ഈ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവിയാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, എങ്കിലും നല്ല തണുപ്പാണ്, നല്ല ശുദ്ധമായ വെള്ളം എന്ന് പറയാം. അപ്പോൾ അതിങ്ങനെ കടലിലേക്ക് വന്ന് ചേരുന്ന സ്ഥലമാണത്. കണ്ടോ, ഇതിൻ്റെ സൈഡിലൊരു തെങ്ങുണ്ട്. തെങ്ങിൻ്റെ സൈഡിൽ കണ്ടോ, പിള്ളേർ ഊഞ്ഞാലാടാൻ വേണ്ടിയുള്ള സാധനങ്ങളും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഓല കൊണ്ട് കുറേ വീടുകൾ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് പിള്ളേർ കളിക്കുന്നു. അടിപൊളി സ്ഥലം കണ്ടോ. ഹലോ, അപ്പോൾ കെയ്ൻസിൽ ഔദ്യോഗികമായി മാങ്ങാക്കാലം ആരംഭിച്ചു എന്ന് വിനീതമായിട്ട് എല്ലാവരെയും അറിയിക്കുകയാണ്. എന്താ പുളി! അപ്പം നല്ല പുളിയോ മാങ്ങയാണ്. അപ്പം ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കെയ്ൻസിലെ മാവ് പൂത്ത് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന കാഴ്ച. അപ്പോൾ ഇതാ കുറച്ച് മാങ്ങ ഞാൻ പറിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ പൂത്ത് നിൽക്കുന്നത് മുഴുവൻ മാവാണ്. ഇപ്പോൾ ഇവിടെ മാവ് പൂക്കുന്ന സമയമാണ്. മാവുകൾ പൂത്തെന്ന് പറഞ്ഞാൽ അല്ല, പൂത്ത് മാവിനൊക്കെ ഭ്രാന്തായ പോലത്തെ അവസ്ഥയാണ്. അതുപോലെയാണ് വഴി നീളെ. ഇപ്പോൾ കെയ്ൻസിൽ വന്ന വഴി നീളെ മാവുകളാണ്. മാവ് പിന്നെ ആ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ വാളംപുളിയില്ലേ, വാളംപുളിയാണ് ആ നിൽക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ നാട്ടിൽ ബദാം എന്നൊക്കെ വിളിക്കുന്ന, നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്ന ആ സാധനം. ഇത് കണ്ടോ, ഈ നിൽക്കുന്നതൊക്കെ മാവുകളാണ്. ഇത് മുഴുവൻ മാവുകളാണ്. മാവുകൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും പൂത്ത മാവുകൾ മാത്രം. അതുപോലെ ഒത്തിരി മാങ്ങായും ഉണ്ടായിട്ടുണ്ട്. കുറേ ഇതാ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ മാങ്ങകൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. പൂത്ത് നിൽക്കുന്നത് മാത്രമല്ല, ഓൾറെഡി കുറേ മാങ്ങകൾ ഉണ്ടായിട്ടുമുണ്ട്. ഇത് കണ്ടോ, ഒരു സൈഡ് മുഴുവൻ തെങ്ങ്, ബാക്കിയുള്ള സൈഡ് മുഴുവൻ മാവ്. ഇത് കേരളത്തിലോ ഗോവയിലോ ഒക്കെ വന്ന പോലെ തന്നെ. മാങ്ങയ്ക്ക് എന്തായാലും ഉപ്പ് കൊണ്ടുവരാൻ മറന്നു. പക്ഷേ കടലിലായതുകൊണ്ട് കടൽ വെള്ളത്തിൽ മുക്കി കഴിച്ചാൽ മതി തൽക്കാലം. ഇത് കണ്ടോ, ഈ ബീച്ചുകളുടെ സൈഡ് മുഴുവൻ തെങ്ങുകളാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങ് വരെ ഞങ്ങളിപ്പോൾ ഉള്ളത് എലീസ് ബീച്ചാണ്. എലീസ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാംകോവ് ബീച്ചിൻ്റെ നോർത്തേൺ ബീച്ചസിലെ ഒരു ബീച്ചാണ്. അതുപോലെ ഇവിടെ ഒത്തിരി അധികം ബീച്ചുകളുണ്ട്. ആ ബീച്ചിലെ സൈഡുകൾ മുഴുവൻ തെങ്ങുകളാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ തെങ്ങിൻ്റെയൊക്കെ ഇതുണ്ടോ, ഒരു തെങ്ങയിലും തേങ്ങയില്ല. അതിൻ്റെ മുകൾ വശമൊക്കെ അവർ എന്താ പറയുക, ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ തെങ്ങയും ക്ലീനാക്കി അതിൻ്റെ ചൊട്ടയൊക്കെ വെട്ടിക്കളഞ്ഞ് ഒന്നിലും തേങ്ങയില്ല. കാരണം അത് ആരുടെയും തലേ വീണ് പ്രശ്നം ഉണ്ടാകാതിരിക്കും. ഇവർ കാര്യമായിട്ട് തേങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അത് കാരണം ഇതിനെ എന്താ പറയുക, ഒരു പനയൊക്കെ പോലെ ഒരു അലങ്കാര വൃക്ഷമായിട്ടാണ് ഇവിടെ നട്ടേക്കുന്നത്. പക്ഷേ ചില തെങ്ങുകളിൽ, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ മാറി നിൽക്കുന്ന തെങ്ങുകളിലൊക്കെ തേങ്ങയുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അത് ഒരു ഐലൻഡാണ്.
പാംകോ ബീച്ചിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ എലീസ് ബീച്ച്, ഈ ഒരു സൈഡ് മുഴുവൻ ബീച്ചുകളാണ്. അടുത്തടുത്ത് എല്ലാ ബീച്ചുകളുടെയും പേര് ഇങ്ങനെ ഹാലോവിസ് ബീച്ച്, യോർക്കി സ്നോബ്, ക്ലിഫ്റ്റൺ ബീച്ച്, അങ്ങനെ എല്ലാ ബീച്ചുകളും അടുത്തടുത്താണ്. അതിൻ്റെ എല്ലാം ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കെയ്ൻസിൻ്റെ ഒരു സൈഡ് മുഴുവൻ ബീച്ചസ് ആണ്. ഇത് കണ്ടോ, ബീച്ചിന് ഓപ്പോസിറ്റ് മൊത്തം നമ്മുടെ നാട്ടിലെ സഹ്യപർവ്വതം എന്നൊക്കെ പറഞ്ഞതുപോലെ, ഗോവയിലൊക്കെ പോയിട്ട് നമ്മൾ നോക്കുന്നത് പോലെ മൊത്തം മലകളാണ്. ഈ മലകളൊന്നും ആൾക്കാർ താമസമൊന്നും ഉള്ളതല്ല, മഴക്കാടുകൾ എന്ന് പറയുന്ന മലകളാണ്. ഈ മലകളിൽ ഈ കാങ്ക്രൂം, വലാബി അങ്ങനെയുള്ള ജീവികളൊക്കെ ഉള്ളെന്നാണ് കേട്ടത്. അല്ലാതെ വേറെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ആനയും സിംഹവും കരടിയും സാധനങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ബീച്ചുകളിലൊക്കെ 3-4 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്നാമത്തേത് മറൈൻ സ്ട്രിഞ്ചസ്, അതായത് ജെല്ലി ഫിഷസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അടുത്ത വാണിങ്, ഓരോ വാണിങ് അവർ തരും. ഒന്ന് ക്രൊക്കഡൈൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാണിങ് അവർ പറയും. പിന്നെ ഇത് പട്രോൾഡ് ഏരിയ ആണ്, അപ്പോൾ അവിടെ സ്വിമ്മിങ് ചെയ്യണോ ചെയ്യണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇവിടെ ഗൈഡുമാരുണ്ട്, അവർ പറയുന്ന അനുസരിക്കണം. പിന്നെ അതിൻ്റെ താഴെയുള്ളതാണ് ടുഡേയ്സ് UV റേറ്റിംഗ്. അപ്പോൾ ഓരോ ദിവസവും നമുക്കറിയാം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഏറ്റവും കൂടുതൽ UV റേറ്റ് മീൻസ് അൾട്രാ വയലറ്റ് രശ്മികൾ അടിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ശനിയാഴ്ചയാണ്, ഇന്നത്തെ UV റേറ്റ് അവർ ഹൈ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു എക്സ്പോഷർ കാറ്റഗറി മോഡറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അത് ബേൺ ടൈം ആവും. ഹൈ ഉള്ള ദിവസം 15 മിനിറ്റ് ഡയറക്റ്റ് അടിച്ചാൽ നമുക്ക് സൺബേൺ വരും. വെരി ഹൈ ആണ് 10 മിനിറ്റ്സ്. എക്സ്ട്രീം ഉള്ള ദിവസമാണെങ്കിൽ 6 മിനിറ്റ് നമ്മൾ ഡയറക്റ്റ് സൺ ഹീറ്റ് അടിച്ചാൽ നമുക്ക് ബേണിംഗ് ആകും. അപ്പോൾ ആ കാര്യമാണ് അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെയുള്ള എല്ലാ ബീച്ചുകളുടെ സൈഡിലും ഇതുപോലെ ഒരു ടാപ്പും അതുപോലെ ഒരു ഷവറും ഉണ്ടാവും. നമ്മളൊക്കെ ബീച്ചിൽ നിന്ന് കയറി വന്നിട്ട് കയ്യും കാലൊക്കെ ഒന്ന് കഴുകി അല്ലെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം വെയിലൊക്കെ കൊണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേലും അത്യാവശ്യം ബീച്ചിലൊക്കെ ഒന്ന് കുളിച്ചിട്ട് കരയ്ക്ക് കയറി ഇരുന്നിട്ട് കൊണ്ടുവന്ന കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട്. അങ്ങനെ സ്നാക്സൊക്കെ ഒന്ന് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം വീണ്ടും വെള്ളത്തിൽ ചാടാം. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ.